പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് 4864 പേർ രജിസ്റ്റർ ചെയ്തെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ആദ്യം രജിസ്റ്റർ ചെയ്ത 3000 പേർക്കായിരിക്കും പങ്കെടുക്കാൻ അവസരം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങളിൽ എല്ലാ നടപടിക്രമങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും PS പ്രശാന്ത് അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്നലെ അവസാനിച്ചിരുന്നു. ആകെ 4864 പേർ രജിസ്റ്റർ ചെയ്തു. ഇതിൽ ആദ്യം വന്ന 3000 അപേക്ഷകൾ അംഗീകരിക്കും. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം തന്നെയാണ് ഇതര സംസ്ഥാന വിദേശ പ്രതിനിധികളുടെ എണ്ണം അനുവദിക്കുന്നത്. 300 പേർ കർണാടക, കേരളത്തിൽ നിന്ന് എല്ലാം കൂടി ഒരു 800 പേര് പങ്കെടുക്കും. പിന്നെ വിദേശത്തു നിന്നും ഏതാണ്ട് 250 പേർ എന്നുള്ള കണക്കിലാണ് ഞങ്ങളിപ്പോൾ ഈ 3000 വന്നിരിക്കുന്നത്. വിദേശത്തു നിന്നുള്ള ആൾ കുറവായതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നമ്മൾ ഒരു ആദ്യം എന്നുള്ളതല്ല, പരമാവധി ആളുകളെ നമ്മൾ അതിൽ നിന്നും എടുത്തിട്ടുണ്ട്. തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും പങ്കെടുക്കും. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് നടപടിക്രമങ്ങൾ പാലിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ വിഷമമുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെയുള്ളതാണ് ഹാജരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ, അത് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് കോടതി ഞങ്ങൾക്കത് പുനഃസ്ഥാപിക്കുവാൻ അനുമതി നൽകിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിലൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരും സ്വർണം കടത്തി എന്നുള്ള മട്ടിലാണ് ഇതൊക്കെ പ്രചരിക്കുന്നത്. അത് സ്വാഭാവികമായും ഇപ്പോൾ കന്നി 5 അത് അവിടെ കൊണ്ട് പുനഃസ്ഥാപിക്കുന്നതോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം തീരും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.